ഉക്രൈൻ ട്രംപിലെല്ലാം സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി യുദ്ധം അവസാനിപ്പിക്കാൻ പാടുപെടുന്ന ആഗോള സമൂഹത്തിന് മുന്നിലേക്ക് ട്രംപ് എന്ന ദൈവത്തെ ചൂണ്ടിക്കാട്ടിയാണ് സെലൻസ്കി സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്ന കാര്യം. എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാൻ സെലൻസ്കിയെ പ്രേരിപ്പിച്ച ഘടകം? നമുക്ക് വിശദമായി കാര്യങ്ങൾ പരിശോധിക്കാം, അല്ലേ? ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ പങ്ക് ഊന്നി പറഞ്ഞ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്തെത്തുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ സഹായിക്കാനുള്ള US പ്രസിഡന്റ് ട്രംപിന്റെ ശേഷിയിൽ സെലൻസ്കി ശക്തമായ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ സംസാരിക്കവെയാണ് സെലൻസ്കി 2ാം വട്ടവും അധികാരത്തിലെത്തിയ ട്രംപിനെ പുകഴ്ത്തുന്നത്. സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ശക്തനായ മനുഷ്യൻ എന്നാണ് ട്രംപിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുകയും മധ്യത്തിൽ തുടരാതിരിക്കുകയും ചെയ്താൽ യുദ്ധം നിർത്താൻ പുടിനെ പ്രേരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. സെലൻസ്കിയെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് സെലൻസ്കിയുമായും പുടിനുമായും സംസാരിച്ചതായും ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മോസ്കോ സന്ദർശിക്കാൻ തന്നെ പുടിൻ ക്ഷണിച്ചിരുന്നതായും ട്രംപ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാന മീഡിയേറ്ററായി പ്രവർത്തിക്കുന്നത് US തന്നെയാണ് എന്ന കാര്യം അടിവരയിടുന്നതാണ് സെലൻസ്കിയുടെ പുതിയ പ്രസ്താവന. മാത്രവുമല്ല, അധികാരം ഏറ്റെടുത്ത ശേഷം ട്രംപ് ഭരണകൂടത്തിന് പ്രഥമ പരിഗണനകളിൽ ഒന്ന് ഉക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണലാണെന്ന് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനെ ശരിവെക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. അതേസമയം മ്യൂണിക് കോൺഫറൻസിൽ വെച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസറുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം പുടിനുമായുള്ള ചർച്ചകൾക്ക് മുൻപ് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. അതിനിടെ പുടിനും ട്രംപും ഏകദേശം 1.5 മണിക്കൂറോളം ടെലിഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സംഭാഷണത്തിനിടെ ഇരു നേതാക്കളും കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചുവെന്നുമാണ് ക്രെംലിൻ പറയുന്നത്. ജോ ബൈഡൻ പ്രസിഡന്റായ സമയത്തിൽ നിന്നും വ്യത്യസ്തമായി റഷ്യയുമായി നേരിട്ടുള്ള ഇടപെടലുകൾക്ക് തന്നെയാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നാണ് ഈ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. യുദ്ധം 3ാം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ മേഖലയിൽ സമാധാനത്തിനായുള്ള ട്രംപിന്റെ തന്ത്രം ഇപ്പോഴും അവ്യക്തമാണ്. എങ്കിലും ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉക്രൈന് തങ്ങളുടെ കുറച്ച് പ്രദേശം വിട്ടുകൊടുക്കേണ്ടി വരുമെന്നും ട്രംപ് സൂചന നൽകിയിട്ടുണ്ട്. അതായത് യുദ്ധം അവസാനിക്കുമ്പോൾ നഷ്ടം ഉക്രൈന് സംഭവിക്കുമോ എന്ന ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. 2025 ഫെബ്രുവരി 15 വരെ റഷ്യയുമായുള്ള നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഉക്രൈൻ സജീവമായി ശ്രമിച്ചിട്ടുണ്ട്. യാഥാർത്ഥവും ഉറപ്പുള്ളതുമായ സമാധാനത്തിനുള്ള ശക്തമായ ആഗ്രഹം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഭാവിയിലെ റഷ്യൻ ആക്രമണം തടയുന്നതിന് ശാശ്വതമായ സുരക്ഷാ ഗ്യാരണ്ടിയുടെ ആവശ്യകതയാണ് അദ്ദേഹം ഊന്നി പറഞ്ഞ ഒരു കാര്യം. 2025 ഫെബ്രുവരി 15 വരെ റഷ്യയുമായി നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഉക്രൈൻ സജീവമായി ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. സമീപകാല ചർച്ചകളിൽ മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ പ്രസിഡന്റ് സെലൻസ്കിയെ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ശാശ്വതമായ സമാധാനം കൈവരിക്കുന്നതിലും ഉക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയെ ഫലപ്രദം എന്നാണ് അന്ന് സെലൻസ്കി വിശേഷിപ്പിച്ചത്. ശാശ്വതമായ സമാധാന പദ്ധതിക്ക് തുടർച്ചയായ പിന്തുണയുടെയും ചർച്ചകളുടെയും പ്രാധാന്യം ഇരു നേതാക്കളും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പ്രസിഡന്റ് സെലൻസ്കിയുടെ ബന്ധത്തെക്കുറിച്ച് സമാധാന ചർച്ചകൾ സുഗമമാക്കുന്നതിന് ട്രംപുമായി ഇടപഴകാൻ സെലൻസ്കി സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. ട്രംപിന്റെ വിഖ്യാതമായ ഡീൽ മേക്കിംഗ് വൈദഗ്ധ്യം സംഘർഷം പരിഹരിക്കുന്നതിൽ നിർണായകമാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് വരെ സെലൻസ്കി പ്രസ്താവിച്ചു. എന്നിരുന്നാലും സംഘർഷത്തോടുള്ള ട്രംപിന്റെ സമീപത്തെക്കുറിച്ച് ഉക്രൈനുകാർക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രസിഡന്റ് പുടിനുമായുള്ള ട്രംപിന്റെ സമീപകാല ചർച്ചകൾ 2014 റഷ്യ പിടിച്ചടക്കിയ ഉക്രൈൻ പ്രദേശം വിട്ടു നൽകുന്നത് ഉൾപ്പെട്ടേക്കാവുന്ന സമാധാന പദ്ധതികളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഉയർത്തിയിട്ടുമുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഉക്രൈനുകാർക്കും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കുമിടയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഈ പദ്ധതികൾ ഉക്രൈന്റെ പ്രാദേശിക അഖണ്ഡതയും പരമാധികാരവും വിട്ടുവീഴ്ച ചെയ്യപ്പെടുമെന്ന ഭയവും ഉയർത്തുന്നുണ്ട്. അതായത് എന്തെങ്കിലും വിട്ടുവീഴ്ച ഇവിടെ ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ആശങ്ക പടരുകയാണെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഉക്രൈൻ റഷ്യയുമായി സജീവമായി സമാധാനം പിന്തുടരുന്ന ഒരു രാജ്യം തന്നെയാണ്. ചർച്ചകൾ സുഗമമാക്കുന്നതിന് മുൻപ് പ്രസിഡന്റ് ട്രംപുമായി ഇടപഴകാൻ പ്രസിഡന്റ് സെലൻസ്കി തുറന്ന് മനസ്സ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
വൈരുദ്ധ്യം അവസാനിപ്പിക്കുന്നതിൽ പങ്കിട്ട താല്പര്യമുണ്ടെങ്കിലും സാധ്യമായ ഏതൊരു കരാറിന്റെയും പ്രത്യേകതകൾ തുടർച്ചയായ ചർച്ചകൾക്കും ആശങ്കകൾക്കും വിഷയമായി തുടരുകയാണ്. അതായത് ഇരു രാജ്യങ്ങൾക്കും, അതായത് റഷ്യക്കാണെങ്കിലും ഉക്രൈനായാലും ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന് ഇടനിലക്കാരനായി നിൽക്കുന്നത് മറ്റാരുമല്ല, അത് അമേരിക്കയാണ്. അമേരിക്കയെ പോലെ ഒരു വൻ ശക്തി മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് അസാധ്യമെന്നാണ് ലോക സമൂഹം എല്ലാവരും വീക്ഷിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലങ്ങളിലായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം 24 മണിക്കൂർ കൊണ്ട് അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലേറുന്നത് എന്ന് ഓർക്കണം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്ക് വളരെ നിർണായകവുമായിട്ടുണ്ടായിരുന്നു. ഉക്രൈനെ പോലെ ഒരു കുഞ്ഞു രാജ്യത്തിന് പെട്ടെന്ന് നേരിടാൻ പറ്റുന്ന ഒരു ശക്തിയായിരുന്നില്ല റഷ്യ. എന്നിട്ടും ഉക്രൈൻ അവിടെ പിടിച്ചു നിൽക്കാനുള്ള കാരണം അമേരിക്ക എന്ന സൂപ്പർ പവറാണ്. എല്ലാ ആയുധങ്ങളും നൽകിയത് അമേരിക്കയാണ്. അധിനിവേശം മഹായുദ്ധമാക്കിയതിൽ വലിയ പങ്കാണ് അമേരിക്കയ്ക്കുള്ളത്. എന്നാൽ അമേരിക്കയുടെ രാഷ്ട്രീയ കാലാവസ്ഥ മാറി പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റു. അതോടെ റഷ്യ ഉക്രൈൻ യുദ്ധം സജീവമാക്കി നിർത്തിയ നാറ്റോയ്ക്കും അതിന്റെ വാക്കുകേട്ട് യുദ്ധത്തിനിറങ്ങിയ ഉക്രൈനും നല്ല അടിയായിരുന്നു ട്രംപിന്റെ ഈ വരവ്. ഇതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് നാശനഷ്ടം ഉക്രൈന് സംഭവിച്ചിട്ടുമുണ്ട്. എന്തൊക്കെയാണ് ആ നാശനഷ്ടങ്ങൾ എന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തത് മനുഷ്യനഷ്ടം തന്നെയാണ്. 2022 റഷ്യ ഉക്രൈൻ ആക്രമിച്ചപ്പോൾ ആരംഭിച്ച യുദ്ധം വ്യാപകമായ നാശം വിതച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് സാധാരണക്കാരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പലരും പലായനം ചെയ്യുകയും ചെയ്തു. സംഘർഷം കാര്യമായ ജീവഹാനിക്ക് കാരണമാവുകയും മാനസിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. നഗരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ബോംബാക്രമണത്തിൽ വൻതോതിൽ തകർന്നു. പ്രത്യേകിച്ച് ഉക്രൈന്റെ കിഴക്കൻ തെക്കൻ പ്രദേശങ്ങളിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഉക്രൈനിയൻ പൗരന്മാർ ബോംബിങ്ങുകൾ, അധിനിവേശം, ചില സന്ദർഭങ്ങളിൽ നിർബന്ധിത സ്ഥലമാറ്റങ്ങൾ എന്നിവ നേരിടേണ്ടി വന്നു. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ കഷ്ടപ്പാടാണ് ഉണ്ടാക്കിയത്. പ്രസിഡന്റ് സെലൻസ്കി തന്റെ ഗവൺമെന്റിനൊപ്പം യുദ്ധത്തിന്റെ മാനുഷിക ചെലവ് സ്ഥിരമായി ഊന്നി പറയുന്ന ഒരു വ്യക്തിയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തടയാൻ സമാധാനം ലക്ഷ്യമിടുന്നുണ്ട്. കുടുംബങ്ങളിലും സമൂഹങ്ങളിലും മുഴുവൻ പ്രദേശങ്ങളിലും വിനാശകരമായ പ്രത്യാഘാതങ്ങളിൽ നിന്നാണ് സമാധാനത്തിന്റെ ആവശ്യകത ഉടലെടുക്കുന്നത് പോലും. രണ്ടാമത്തത് സാമ്പത്തിക തകർച്ചയാണ്. യുദ്ധം ഉക്രൈനിൽ വൻ സാമ്പത്തിക നഷ്ടമാണ് വിതച്ചത്. കൃഷി, ഊർജ്ജം, ഉൽപാദനം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വ്യവസായങ്ങൾ തടസ്സപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധാന്യ കയറ്റുമതിക്കാരിൽ ഒരാളായിരുന്നു ഉക്രൈൻ. അതിന്റെ കാർഷിക ഉൽപാദനത്തെ സംഘർഷം സാരമായി ബാധിച്ചിട്ടുണ്ട്. യുദ്ധം വിതരണ ശൃംഖലയെ തളർത്തുകയും പണപ്പെരുപ്പം ഉയർത്തുകയും നിരവധി ഉക്രൈനുകാർക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സാമ്പത്തിക സഹായം ഉക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനാണ് നയിച്ചത്. എന്നാൽ ദീർഘകാല വീണ്ടെടുക്കലിന് സമാധാനം നിർണായകവുമാണ്. സമ്പദ് വ്യവസ്ഥയിൽ സാധാരണ നില പുനഃസ്ഥാപിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുക, കൂടുതൽ സാമ്പത്തിക തകർച്ച തടയുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സെലൻസ്കിയുടെ സർക്കാർ ചർച്ചകൾക്കായി മുന്നോട്ട് വന്നത്. യുദ്ധം എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ ദീർഘകാല നാശങ്ങളിൽ നിന്ന് കരകയറുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക. മൂന്നാമത്തത് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയാണ്. ഉക്രൈന് സമാധാനം തേടുന്നത് പ്രാഥമികമായി അതിന്റെ പ്രാദേശിക അഖണ്ഡത നിലനിർത്താൻ തന്നെയാണ്. റഷ്യയുടെ അധിനിവേശമാണ് എല്ലാത്തിനും കാരണമായത്. 2014 മുതൽ, അതായത് ക്രിമിയ പിടിച്ചടക്കിയതോടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് കിഴക്കൻ ഉക്രൈനിലെ ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക് ഭാഗങ്ങൾ അധിനിവേശം നടത്തി. 2022 അധിനിവേശത്തിനു ശേഷം റഷ്യ രാജ്യത്തിന്റെ വലിയ ഭാഗങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. മോസ്കോ കൂടുതൽ പ്രാദേശിക നേട്ടങ്ങൾ നേടുമെന്ന ഭയം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. പ്രസിഡന്റ് സെലൻസ്കി ഉൾപ്പെടെയുള്ള ഉക്രൈനിയക്കാർ ഏത് സമാധാന കരാറും ഉക്രൈന്റെ പ്രാദേശിക പരമാധികാരത്തെ മാനിക്കണമെന്ന് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അതായത് 2014 മുതൽ റഷ്യ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറണം. യുദ്ധം നിർത്താനുള്ള ഉക്രൈന്റെ ആഗ്രഹം ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം വീണ്ടെടുക്കാനും അതിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുമുള്ള ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നാലാമത്തത് അന്താരാഷ്ട്ര പിന്തുണയും നയതന്ത്രവുമാണ്. ഉക്രൈന്റെ സമാധാന ശ്രമവും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സ്വാധീനത്തിലാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, നാറ്റോ എന്നിവ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് ഉക്രൈന് ഗണ്യമായ സൈനിക സാമ്പത്തിക പിന്തുണ ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മാനുഷിക പിന്തുണ പോലും ലഭിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും സംഘടന പരിഹരിക്കാനും അത് നീണ്ടു നിൽക്കുന്ന പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്നത് ഒഴിവാക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് സമ്മർദ്ദം ഉക്രൈന് മേലുണ്ട്. പ്രത്യേകിച്ചും അത് മറ്റ് അയൽരാജ്യങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത അല്ലെങ്കിൽ വലിയ ആഗോള അസ്ഥിരതയ്ക്ക് കാരണമാകുമോ എന്ന ഭയവും അവിടെ നിലനിൽക്കുന്നു. നയതന്ത്ര പരിഹാരങ്ങൾക്കായി സെലൻസ്കി ആഗോള നേതാക്കളുമായി ഒന്നിലധികം തവണ ചർച്ചകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഏത് സമാധാന പ്രക്രിയയും ഉക്രൈന്റെ പരമാധികാരവും സുരക്ഷയും ഉയർത്തിപ്പിടിക്കണമെന്ന് ഉക്രൈനിയൻ ഗവൺമെന്റ് നിർബന്ധിക്കുന്നു. ഉക്രൈന്റെ പ്രാദേശിക അഖണ്ഡതയിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന ഏതൊരു ഇടപാടുകളും നിരസിക്കുകയും ചെയ്യുകയാണ് രാജ്യം. അഞ്ചാമത്തത് സ്ഥിരതയ്ക്കും സാധാരണ നിലയ്ക്കും വേണ്ടിയുള്ള ആഗ്രഹമാണ്. സ്ഥിരതയിലേക്കും സാധാരണ ജീവിതത്തിലേക്കും തിരിച്ചു വരാൻ ഉക്രൈനിയൻ ജനത കൊതിക്കുകയാണിപ്പോൾ. വ്യോമാക്രമണം, ഷെല്ലാക്രമണം, അധിനിവേശം എന്നിവയുടെ നിരന്തരമായ ഭീഷണി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ താറുമാറാക്കിയിരിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ പൂർണ്ണമായും നശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ആളുകൾ നിരന്തരമായ അനിശ്ചിതത്വത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ സുരക്ഷിതമായ പ്രദേശങ്ങളിലോ വിദേശത്തോ അഭയം തേടാൻ അവരുടെ വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായി.
പൗരന്മാരുടെ വീടുകളിലേക്ക് മടങ്ങി വരുന്നതിനും വിദ്യാഭ്യാസവും ജോലിയും പുനരാരംഭിക്കുന്നതിനും സമാധാനത്തിലേക്കുള്ള പൊതുവായ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനും സമാധാനത്തിലേക്കുള്ള ആഗ്രഹം സെലൻസ്കിയുടെ സർക്കാർ പ്രകടിപ്പിക്കുകയായിരുന്നു. സ്ഥിരത ഉക്രൈന്റെ ഒരു പരമാധികാര രാഷ്ട്രമായി പുനർനിർമ്മിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും അനുവദിക്കുമെന്ന് പ്രത്യാശ ഉക്രൈനുണ്ട്. അടുത്തത് ഉക്രൈനിയൻ ജനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. റഷ്യൻ ആക്രമണത്തിന് മുന്നിൽ ഉക്രൈനിയക്കാർ അപാരമായ പ്രതിരോധവും ദേശീയ ഐക്യവും പ്രകടിപ്പിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ക്ഷീണവും സമ്മർദ്ദവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുമ്പോൾ സിവിലിയൻ ജനതയുടെ, പ്രത്യേകിച്ച് മുൻനിരയിലും അധിനിവേശ പ്രദേശങ്ങളിലുമുള്ളവരുടെ നഷ്ടം വൈകാരികവും മാനസികവുമായ കാര്യമായ നാശമാണ് വരുത്തിയത്. സമാധാന ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായി അവർ കണക്കാക്കുന്നു. എന്നിരുന്നാലും ഉക്രൈനിയക്കാർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും പ്രാദേശിക അവകാശങ്ങളെയും വ്യക്തമായി അംഗീകരിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് സ്ഥിരമായി പറയുകയാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ്? സെലൻസ്കി ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അമേരിക്കയെ ഭയന്നാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.